വില്ലന്റെ ക്യാരക്ടറിന് അത് തരേണ്ട ഒരു ഐഡിയ ആയിരുന്നു. നമുക്കൊരു സർപ്പ ഒരു അങ്ങനത്തെ റെഫറൻസസ് കൊടുക്കാം എന്നുള്ള സർപ്പപ്പാട്ടിന്റെ ഒക്കെ ഒരു റെഫറൻസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാറ് വില്ലന് വേണ്ട ഐഡിയാസിൽ. ഇതിൽ ഈ തിൻ ലൈൻ ഉണ്ടല്ലോ, അതെങ്ങനെ ക്രാക്ക് ചെയ്തത്? അതായത് മാസ് മോഹൻലാലിലേക്ക് ഇല്ല, അത് നമ്മളെപ്പോഴും നമുക്കറിയാലോ ഒരു സീൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ തരുണും പറഞ്ഞു തന്നെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ ഒരു പർട്ടിക്കുലർ സീൻ സെക്കൻഡ് ഹാഫ് എല്ലാവരും കാണുന്നവര് പോയി കാണട്ടെ. ഒരു പർട്ടിക്കുലർ സീനിൽ അത് കണ്ടു കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു, ഇത് എന്ത് ചെയ്യണം, ഷൺമുഖന്റെ കൂടെ നിൽക്കണോ ലാലേട്ടൻ്റെ കൂടെ നിൽക്കണോ, ഇത് ഗാലറിക്കാന്ന് പറഞ്ഞു. ഇവരെ നോക്കുന്നില്ല, ഞാൻ ഷൺമുഖനെ വിടുന്നൊന്നുമില്ല, പക്ഷെ ഈ മൊമെന്റ് ലാലേട്ടന് വേണ്ടിയാണ്. അപ്പൊ അല്ലെങ്കിൽ ആ ഒരു കോൾ എടുത്തില്ലെങ്കിൽ ഉണ്ടോ നമ്മൾ ചിലപ്പോൾ സ്റ്റോറി എന്നൊക്കെ വിട്ടു, പെട്ടെന്ന് തിരിച്ചു വരണം, ബ്രിങ് ഇറ്റ് ബാക്ക്. അപ്പം ആ സമയത്ത് നമ്മൾ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആ ഒരു പർട്ടിക്കുലർ സീൻ, ഞാൻ ഈ പറയുന്ന സീൻ ഐ തിങ്ക് ഐ ടുക്ക് അബൌട്ട് 3 to 4 days. വെറും 30 സെക്കൻഡോ മറ്റോ ഉള്ളൂ അതൊന്ന് ക്രാക്ക് ചെയ്യാൻ. എന്താണ് അതിന്റെ റൈറ്റ് ട്യൂൺ, എന്താണ് അതിന്റെ റൈറ്റ് ഐഡിയ. എന്റെ ഇപ്പൊ തന്നെ 4-5 വേർഷൻസ് ഉണ്ട് അതിന്റെ. അപ്പൊ അത് കറക്റ്റ് ക്രാക്ക് ചെയ്യാൻ സമയം എടുത്തു. അത് തന്നെ വന്ന് കാണിച്ചു, ഒന്നും പറഞ്ഞില്ല, വെരി ഹാപ്പി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതും ഒക്കെ നമ്മളിലുള്ള ഫാൻ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ ഉള്ള ലാലേട്ടന്റെ ഇങ്ങനൊരു സാധനം കാണുമ്പോൾ അവരുടെയൊക്കെ എക്സൈറ്റ്മെന്റ് അതെല്ലാം കൂടെയാണ് മ്യൂസിക്കൽ റിസൾട്ട് ആയിട്ട് പുറത്തു വന്നത്. ഹരിഹരൻ സാർ ഈ കഥ തുടരുംന്റെ ഒരു പോർഷൻ പാടുന്നുണ്ട്. MG സാർ പാടിയതിന്റെ കൂടെ ലാലേട്ടൻ ഇരുന്ന് വോയിസ് കൊടുക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി. അവരിലേക്കൊക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? ഹരിഹരൻ സാറിന്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ആ പാട്ട് ആദ്യം തന്നെ ഹരിഹരൻ സാർ പാടണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ എനിക്ക് കഥ തുടരും പാട്ട് മിഴിയേറും എവരിതിങ് ഓഫ് ഇൻ ഹിസ് വോയിസ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഒരു വർഷം മുമ്പ് ഏഷ്യാനെറ്റ് ഒരു സ്റ്റാർ സിംഗർ പ്രോഗ്രാമിന് പോയപ്പോ ഞാനിങ്ങനെ ഹരിഹരൻ സാറിനെ പോലെ പാടുന്ന ഒരു പയ്യനെ സിമിലർ ടെക്സ്റ്റ് ഗോകുലിനെ നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ കരുതി എന്നാ സാറിന് ഒരു പണിയാണ്, ഹരിഹരൻ സാറിന്റെ അടുത്ത് റീച്ച് ചെയ്യാൻ സമയമാകും. ലൈക്ക് ഈ പുള്ളി ബോംബെയിലാണ്, ടൂറിംഗ് ആണ്, ഭയങ്കര പാടാണ് റീച്ച് ചെയ്യാൻ. അപ്പം അവസരമൊക്കെ വൈ ഡോണ്ട് വി ട്രൈ ഒരു ട്രാക്ക് പാടി നോക്കാന്ന് പറഞ്ഞു. ട്രാക്ക് പാടി കേട്ടപ്പോ ഇവരെല്ലാം ഗോകുലിന്റെ പാട്ട് അങ്ങ് സെറ്റായി. പക്ഷെ എനിക്ക് എന്നാലും അവിടെ ഒരു ലാലേട്ടൻ ഹരിഹരൻ സാർ എന്ന് പറയുന്ന ഒരു നോസ്റ്റാൾജിക് കിടപ്പുണ്ട്. സോ വി ഡിസൈഡഡ് അങ്ങനെങ്കിൽ പടത്തിലും ഒരു എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല, ആ ഒരു ക്രൂഷ്യൽ ഉണ്ട്, ഒരു അപ്പൻ മകൻ ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ വി തോട്ട് ഓക്കെ, ഇവിടെ ലാലേട്ടന്റെ പെർസ്പെക്റ്റീവില് ഹരിഹരൻ സാറും മകന്റെ പെർസ്പെക്റ്റീവില് ഗോകുലും എന്നുള്ള ഒരു രീതിയിൽ കഥ ഡിസൈൻ ചെയ്തു. അങ്ങനെയാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹരിഭായ് എഴുതി. എന്ത് നല്ല ലൈൻസ്. അതിന്റെ ശോഭനമാമിന്റെ ഡയറക്ടർ ഒരു തമിഴ് ലേഡി ആയതുകൊണ്ട് അനുപല്ലവിൽ കുറച്ച് തമിഴ് കലർന്ന മലയാളം ഭയങ്കര സീംലെസ് ആയിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. പല പാട്ടുകൾക്കും അതിലുള്ളതാ. ഞാൻ എനിക്ക് ഇഷ്ടമാണ് അതിന് ഏത് ഭാഷയായാലും. ഇപ്പം ഞാൻ നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയില് സ്പാനിഷ് ആൻഡ് ഇംഗ്ലീഷ്, തമിഴ് കുറച്ചധികം അവിടെ ഇവിടെയൊക്കെ ഞാൻ സ്കൂള് തൊട്ട് എന്റെ പകുതി ജീവിതം തമിഴ്നാട്ടിലായിരുന്നു. സോ അപ്പൊ അത് നമ്മുടെ സ്വന്തം ഭാഷ തന്നെയാണ്. അതിന്റേതായ ഒരു ഇഷ്ടം കൂടുതൽ ഈക്വൽ ഇഷ്ടം. ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? ഇപ്പൊ തുടരും തന്നെ എടുത്തു കഴിഞ്ഞാല് പടം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങനെ തുടങ്ങുവാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ പിക്ക് ചെയ്തിട്ടാണോ മ്യൂസിക് ചെയ്യാൻ തുടങ്ങാറ്? എനിക്കൊന്ന് ഓപ്പണിംഗ് തൊട്ട് പോവാ ചെയ്തത്. കാരണം അത് ചെയ്യാനായിരുന്നു പാട്. സിമ്പിൾ പോർഷൻസ് ആയിരുന്നെങ്കിലും ഫാമിലി പോർഷൻസ് വേറൊരു ഫാമിലി ഒരുപാട് നിറയ്ക്കാതെ എവിടെ സ്കോർ ചെയ്യണം, എന്ത് പാലറ്റ് യൂസ് ചെയ്യണം, ഭയങ്കര ഓവർ ദ ടോപ്പ് ആവരുത്. തരണം നിർബന്ധമായിരുന്നു. നമ്മൾ സ്ഥിരം പരിപാടി പിടിക്കരുത്, സ്ഥിരം വേണ്ട, നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. ഹി ഓൾവേസ് ഇൻസിസ്റ്റ് ദാറ്റ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ മോട്ടീവ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു സിറ്റ്കോം മൂഡിലൊക്കെ ആയി ചെയ്തത്. നമ്മുടെ ചെറിയ പ്ലഗ്ഡ് ഇൻസ്ട്രുമെന്റ്സും ഡബിൾ ബേസ് ഒക്കെ വെച്ച് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സോങ്സ് ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ടുകളെല്ലാം. പിന്നെ ആണ് ആക്ച്വലി പാട്ടുകളിൽ ഇപ്പൊ രാജാ സാറിന്റെ റെഫറൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടി ഒരു വലിയൊരു ട്രിബ്യൂട്ട് പോലെയാണ് ശാന്തമി രാത്രിയിൽ വരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആൾക്കാർക്ക് ഇഷ്ടമുള്ള നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ടച്ച് ചെയ്ത് സ്കോർ ഇങ്ങനെ വളരെ ഡിസ്റ്റർബ് ചെയ്യാതെ മിനിമൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഐ വാണ്ടഡ് ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഷിഫ്റ്റ് ഫീൽ ചെയ്യേണ്ടത് ഇന്റർവെല്ലായിരിക്കും. ഇന്റർവെൽ ഷുഡ് ബി ബാങ് ഓൺ. ആൾക്കാർ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു മൂഡിൽ എത്തിക്കണം. അവിടെ നിന്നിട്ടാണ് ശരിക്കും ആക്ച്വൽ മൂവി. ഞാനത് മിക്സിലൊക്കെ ഇരിക്കും. ഞാൻ സെക്കൻഡ് ഹാഫ് ആണ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ്
ഫസ്റ്റ് ഹാഫ് ഞാൻ പിന്നെ കാണാം. സെക്കൻഡ് ഹാഫിൽ ഐ വാസ് സിറ്റിംഗ് മോർ ആൻഡ് മോർ. ഓരോ സീൻസും വിഷ്ണുവിന്റെ കൂടെ ഇരുന്ന് വർക്കിംഗ് ഓൺ ദ സെക്കൻഡ് ഹാഫ് മോസ്റ്റ്ലി. വിഷ്ണുവിന്റെ പറഞ്ഞായിരുന്നു, വിഷ്ണു തിയേറ്ററിൽ പോകുമ്പോഴൊക്കെ എവിടെ കേക്കട്ടെ അത് മുഴുവൻ കേൾക്കുന്നുണ്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര നാള് മെനക്കെട്ട് പണിയെടുത്തിട്ട് ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കലായപ്പോൾ ഒരു സ്പീക്കർ തന്നെ ഇല്ലാതെ പിന്നെ എങ്ങനെ കേൾക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയപ്പം ഞാൻ വായിച്ചിരുന്ന ബിറ്റ്സ് ഒന്നും കേൾക്കുന്നില്ല. എവിടെ പോയി സ്പീക്കേഴ്സ് ആണോ വർക്കിംഗ്. അപ്പൊ അങ്ങനത്തെ ബേസിക് കാലിബ്രേഷൻ പോലും ഇല്ലാതെ എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റൻസിറ്റിയുടെ ഒരു 80% ഒരു 50% എങ്കിലും ആൾക്കാർ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷുഡ് ബി കാലിബ്രേറ്റ്. തിയേറ്റർ സൗണ്ടിങ് ഷുഡ് ബി ഗുഡ്. അവര് നല്ല മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് സ്പീക്കേഴ്സ് ആർ ഓൺ. അങ്ങനത്തെ അത് അവൻ ഭയങ്കര ക്വാളിറ്റി കോൺഷ്യസ് ആണ്. അത് രഞ്ജിത്തേട്ടനും അത്രയും, രഞ്ജിത്തേട്ടൻ ഇപ്പൊ ആ ഒരു പൊസിഷനിലുള്ള കാരണം രഞ്ജിത്തേട്ടൻ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, രഞ്ജിത്തേട്ട തിയേറ്റേഴ്സിനോടെല്ലാം വിളിച്ച് പറയണം, കാലിബ്രേറ്റ് ചെയ്യണം, വി നീഡ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് ഇത് കാണാൻ. കാരണം മിക്സ് കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാം വൺ ഹാപ്പി വൺ കോൺഫിഡന്റ് ആയിരുന്നു. ഇത് അടിച്ചില്ല പിന്നെ എന്ത് ഷുവർ ഷോട്ട്. വി വർ ലൈക്ക് ആഫ്റ്റർ മിക്സ് എല്ലാവർക്കും ഒരു കോൺഫിഡന്റ് ആയിരുന്നു. ഒട്ടും ഒരു തരി ടെൻഷൻ ഇല്ല. ഇനിയുള്ളത് തിയേറ്ററിൽ എങ്ങനെയെങ്കിലും നന്നായിട്ട് കേൾപ്പിക്കാന്നുള്ളതാണ്. ലാലേട്ടൻ എന്താ പറഞ്ഞേ ഫൈനൽ പ്രൊഡക്റ്റ്? ലാലേട്ടൻ എന്നെ ഞാൻ സംസാരിച്ചില്ല, പക്ഷെ ലാലേട്ടന്റെ സർക്കിൾസിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ചിട്ട് സോ ഹാപ്പി എന്നാണ് പറഞ്ഞത്. രഞ്ജിത്തേട്ടനൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അതിന്റെ ആ റിസൾട്ട്, ആ കോൺഫിഡൻസ് ഞങ്ങളുടെ മേലിൽ വെച്ചതുണ്ട്. ഇപ്പൊ ആ പ്രൊമോ സോങ്ങിന്റെ ഓരോക്കെ പറയുമ്പോൾ പടത്തിലില്ല എങ്കിലും അദ്ദേഹം ആ സമയവും എഫേർട്ടും എടുത്ത് ആ ഞങ്ങളുടെ എനർജിയുടെ കൂടെ നിന്ന് എന്ത് രസമായിട്ട് പെർഫോം ചെയ്തു. വരുവേൻ തമിഴാണോ? അതൊരു തമിഴ് മലയാളം മിക്സ് ആണ്. ഇത് പറയുമ്പോ നെഞ്ചിനകത്ത് ലാലേട്ടൻ ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചൊരു അത് ഡിജോയുടെ ഒരു ഐഡിയ ആയിരുന്നു. അന്ന് അങ്ങനത്തെ ഒരു വേർഡ്സ് എല്ലാം കൂടെ വന്നിട്ട് അത് ഞാൻ പാഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് ലാലേട്ടന്റെ ഒരു ആൻസറായി മാറി. അത് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ലാലേട്ടന്റെ കേറി വരുമ്പോഴൊക്കെ എല്ലാരും പാടുന്ന ഒരു, അപ്പൊ അതെന്റെ ഒരു ട്രിബ്യൂട്ട്, എന്റെ വോയിസിലാണ് ആ പാട്ട്. അന്ന് എന്തായിരുന്നു ആ ഒരു പാട്ട് സെറ്റ് ചെയ്യുമ്പോ? കാരണം ഇത് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, ഇത് ബെസ്റ്റ് ആവണമല്ലോ. അത് ഇല്ല, അന്ന് ഞങ്ങൾ ടീമിലെ ഒരു ബോർഡ് ഹോസ്റ്റലിലെ റാലിൻസിനോട് നിൽക്കുന്നു. പക്ഷെ ഇത് ഇറങ്ങിയപ്പോ വൻ കത്ത് കത്തി. അപ്പൊ ലാലേട്ടൻ ഏത് സ്റ്റേജ് പ്രോഗ്രാമിൽ വന്നാലും ഈ പാട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ക്രൗഡ് ആർത്ത് വിളിക്കുന്നത് പാടി. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഏത് അവാർഡ് ലാലേട്ടൻ വരുമ്പോൾ നെഞ്ചിനകത്ത് ലാലേട്ടൻ ഇട്ടിട്ട് തന്നെ ലൈവായിട്ട് ഡിജോ കാണിച്ചപ്പോ അപ്പോഴാ മനസ്സിലായി ഇതിന്റെ ഒരു പീപ്പിൾ എന്തോരം ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് അഡ്മിറേഷൻ ദാറ്റ് ഹി ഹാസ് ഫോർ എല്ലാവർക്കും അദ്ദേഹത്തോടുള്ള ഒരു ലവും ഒരു അഫെക്ഷനും. അപ്പൊ ഒരു പടം നന്നായി അല്ല പോസിറ്റീവിൽ അടുത്തിട്ടാൽ മതി, പിന്നെ കേരളം നോക്കിക്കോളും, പിന്നെ ബോക്സ് ഓഫീസ് നോക്കിക്കോളും. അതാണ് തുടങ്ങൊക്കെ പറയുന്നത്. ദേ വാണ്ട് ഹിം. ലാലേട്ടൻ മാത്രമല്ല, നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ആയാലും നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടങ്ങളായിട്ട് അവർ വരുമ്പോ പിന്നെ ഇറ്റ്സ് ബോക്സ് ഓഫീസ് കാർണേജ് ആണ്. എവരിബഡി വാണ്ട്സ് ദാറ്റ്. കേരളം പോലുള്ള കൊച്ചു സ്റ്റേറ്റിൽ ഇത്രയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ആർ ട്രൂലി അവരെ ഇഷ്ടമാണ്. അതാണ് അതിന്റെ സംഭവം. അത് ലാലേട്ടൻ പറയുന്നത് എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറയുന്നത്. ഒരു ചലഞ്ച് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സെക്കൻഡ് ഹാഫ് തന്നെയായിരിക്കും അല്ലെ? സെക്കൻഡ് ഹാഫും ഇമോഷണൽ സീൻസും ഓവർ ദ ടോപ്പ് ആവാൻ പാടില്ല. സോ ഇമോഷണൽ സീൻസിനെ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. പിന്നെ അതില് ടീമിലുള്ളവർക്ക് പലർക്കും പല അഭിപ്രായമാവും എന്ത് ഹൗ മച്ച് ക്യാൻ വി ഗോ എന്നുള്ളതില് ആ ചോയ്സ് എടുക്കുന്നതൊക്കെ ഭയങ്കര. പിന്നെ ലൈക് ടുവേർഡ്സ് എൻഡ് നിങ്ങൾ കാണുക വെരി വെരി മ്യൂസിക്കൽ, ഹെവിലി മ്യൂസിക്കൽ പോർഷൻസ് ആണ്. അപ്പൊ അതിന്റെ ഡിസൈൻ ഇട്ടുപി കുറച്ച് സമയം എടുത്തു ചെയ്യാൻ പെട്ടെന്ന്. പക്ഷെ ഇത് ഇങ്ങനെ ഇത്ര ഒരു ലാൻഡ്മാർക്ക് മൂവി ആകുമ്പം ഓരോ ബിറ്റും പെയിൻ എടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. പടം കഴിഞ്ഞു, മിക്സും കഴിഞ്ഞു വിഷ്ണു, എന്നിട്ട് ഞാൻ ക്ലൈമാക്സിലെ പോർഷൻസ് എല്ലാം പൊളിച്ചു. ഭയങ്കര മിക്സ് കഴിഞ്ഞിരിക്കുമ്പോ പിന്നെ ആർക്കായാലും തേച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു നിവർത്തിയില്ല, മാറ്റി വെച്ചു. അങ്ങനെ രഞ്ജിത്തേട്ടൻ കൂടെ നിന്നിട്ട് തരുണും അത് ഹാപ്പി ആയിരുന്നു.